ഹലോ എല്ലാവർക്കും വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വളരെ കുറച്ച് വീഡിയോ ചെയ്തിട്ടും ഡെയിലി സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടുന്ന കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷെ ചില കമൻസ് ഒക്കെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എന്തായാലും വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇവിടെ. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്താൽ ഞാൻ വീഡിയോസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അറിയാലോ, ക്ലാസ് തുടങ്ങുമ്പോഴും ക്ലാസ് അവസാനിക്കുമ്പോഴും നമുക്ക് കുറച്ച് പണികൾ കൂടുതലുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്യാൻ കാരണം കുറേ ദിവസം മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു, ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം. കാരണം നമ്മൾക്കൊരു പ്രശ്നം നേരിടുമ്പോൾ നമ്മളൊരു പ്രശ്നം നേരിട്ടിട്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അറിയാത്തവരിലേക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. പക്ഷെ കേൾവിക്കാരില്ലെങ്കിൽ ഇതൊരു മീഡിയ ആയിട്ട് എടുത്ത് പറയാലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചു. നമ്മൾ നേരിട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ നേരിട്ട നമ്മുടെ സബ്ജക്റ്റിലെ വിഷയങ്ങൾ എനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇഷ്ടമാണ് വേറെ ആൾക്കാരുടെ അടുത്ത്. പക്ഷെ കേൾവിക്കാരുണ്ടാവുക എന്നുള്ളതാണല്ലോ വലിയ കാര്യം. അതില്ലാത്തപ്പോൾ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ MSW കഴിഞ്ഞതിന് ശേഷം, ഞാൻ 5 വർഷം സോഷ്യൽ വർക്ക് പഠിച്ചതാണ്. BSW തന്നെയായിരുന്നു ഡിഗ്രി, പിന്നെ MSW കഴിഞ്ഞു. അപ്പം 5 വർഷം സോഷ്യൽ വർക്ക് പഠിച്ചിട്ടും ഞാൻ നേരിട്ട കുറച്ച് കാര്യങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, പഠിച്ചത് എന്താണ് ഞാൻ പഠിച്ച കാര്യം എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം, എങ്ങനെ അത് പ്രാക്ടിക്കൽ ലെവലിൽ എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു എൻ്റെ മുന്നിൽ. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്തില്ല. കുറേ കാര്യങ്ങൾ പഠിച്ചു. ഡിഗ്രി കംപ്ലീറ്റ് ഞാനൊരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അപ്പോൾ എക്സാമിന് നല്ല മാർക്ക് വാങ്ങിക്കുക, ഒരുപാട് എക്സാംസ്, മോഡൽ എക്സാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ എക്സാംസ് എഴുതുക, മാർക്ക് വാങ്ങിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യമായിരുന്നു ആ കോളേജിൽ ഉണ്ടായിരുന്നത്. പിന്നെ ഫീൽഡ് വർക്കിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫീൽഡ് വർക്കിന് പോകുന്നു വരുന്നു, നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ഏതൊക്കെ ഫീൽഡ് വർക്ക്. ഞാൻ പഠിച്ചിട്ട് കുറച്ച് വർഷമായി. അപ്പോൾ ഇപ്പോഴും ആ ഫീൽഡ് വർക്കിന് തന്നെയാണോ നിങ്ങൾ പോകുന്നതെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ സാധാരണ കുടുംബശ്രീ, പിന്നെ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളല്ലേ നിങ്ങൾ ഇപ്പോഴും ഫീൽഡ് വർക്കിന് പോകുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഹോസ്പിറ്റലിലാണെങ്കിൽ മെഡിക്കൽ സോഷ്യൽ വർക്ക് ആണെങ്കിൽ ഹോസ്പിറ്റലിൽ, പിന്നെ സൈക്യാട്രി ഹോസ്പിറ്റലിൽ, ഇതൊക്കെ തന്നെയല്ലേ ഫീൽഡ് വർക്ക്. കമ്മ്യൂണിറ്റി ആകുമ്പോൾ കുടുംബശ്രീ കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ പോകുന്നു വരുന്നു, ഫീൽഡ് വർക്ക് റിപ്പോർട്ട് എഴുതുന്നു, എന്ത് പ്രാക്ടീസ് ചെയ്തു, പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് ഫസ്റ്റ് ടേം തൊട്ടേ നിങ്ങൾ പഠിക്കണം. ഞാനിപ്പോൾ ഇത് പഠിക്കുന്നവരുടെ അടുത്താണ് എനിക്കിത് പറയാനുള്ളത്. ആരെങ്കിലും പഠിക്കുന്ന ആൾക്കാർ, MSW പഠിക്കുന്നവർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എന്താണോ ഫസ്റ്റ് ടേമിൽ പഠിക്കുന്നത്, ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങളിപ്പോൾ സോഷ്യൽ വർക്ക് പ്രാക്ടീസിൽ തിയറി പഠിക്കുന്നുണ്ടെങ്കിൽ, ഒരുപാട് തിയറീസ് പഠിക്കാനുണ്ട്. എന്തിനാണ് വെറുതെ മറ്റുള്ളവർ കുറേ പൂർവികരുണ്ടാക്കിയ തിയറി പഠിക്കുന്നത്? എന്തിനാ? ആ പഠിക്കുന്നതിനോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ തിയറി എങ്ങനെ എനിക്ക് പ്രാക്ടിക്കലിൽ ജോലി കിട്ടുമ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒരു റോൾ പ്ലേ പോലെ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രോബ്ലം പറഞ്ഞ് എങ്ങനെ ആ പ്രോബ്ലം നമ്മൾ കേസ് സ്റ്റഡി ചെയ്യാം, എങ്ങനെയൊക്കെ ഡീൽ ചെയ്യാം, എങ്ങനെയൊക്കെ ആളുടെ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാം, ഏതൊക്കെ സൊല്യൂഷൻ കൊടുക്കാം, ഏതൊക്കെ സ്ട്രാറ്റജി യൂസ് ചെയ്യാം എന്ന് പഠിക്കുന്ന സമയത്തേ നിങ്ങൾ ചെയ്യണം. കൗൺസിലിംഗ് എന്ന് പറയുന്നത്, സോഷ്യൽ വർക്കർ കൗൺസിലിംഗ് ചെയ്യേ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ ജോലിക്ക് കയറുമ്പോൾ വരും. പ്രത്യേകിച്ച് പുറത്ത് പോകുമ്പോൾ, പ്രത്യേകിച്ച് UAE വരുമ്പോൾ കൗൺസിലേഴ്സായിട്ട് സോഷ്യൽ വർക്കേഴ്സിനെ എടുക്കുന്നത് വളരെ റെയർ ആണ്. അപ്പോൾ അവർ ചോദ്യം വരും, നിങ്ങൾക്ക് എന്താ കൗൺസിലിങ്ങിനെ പറ്റി അറിയാതായിരിക്കും ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കുന്ന സമയത്ത് നമുക്ക് പേപ്പർ പഠിക്കാണ്ട് കൗൺസിലിംഗ് പ്രോപ്പറായിട്ട് പഠിക്കുക. എന്തൊക്കെയാണ്, ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കണം, ഏതൊക്കെ മെത്തേഡാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം, ഏതൊക്കെ ടൂൾസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ പ്രോപ്പറായിട്ട് പഠിച്ച് നിങ്ങൾ MSW കഴിയുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലൊരു നോട്ട് വേണം, ചെറിയൊരു നോട്ട്, ഒരു ഹാൻഡ് ബുക്ക്, പ്രോപ്പറായിട്ട് സ്ട്രാറ്റജീസ് എഴുതി വെക്കുന്നത്, ഇമ്പോർട്ടൻറ്റ് തിയറീസ് എഴുതി വെക്കുന്ന ഒരു ബുക്ക് വേണം. അത് നിങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് ഉപകാരപ്പെടും. രണ്ടാമത്തെ കാര്യം, പഠിക്കുന്ന സമയത്ത് ഒരുപാട് വാല്യൂസ്, എത്തിക്സ്, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രോപ്പറായിട്ട് എങ്ങനെ നമുക്ക് ജോലിക്ക് കയറുമ്പോൾ ഉപയോഗിക്കാം. ജോലിക്ക് കയറുമ്പോൾ മാത്രമല്ല, ഒരു പേഴ്സണൽ ലൈഫിലും ഒരുപാട് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ MSW പഠിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലിക്ക് കയറുമ്പോൾ എങ്ങനെ തിയറീസോ, ഇന്ന തിയറി ഞാൻ പഠിച്ചു, ഒരുപാട് തിയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട് സോഷ്യൽ വർക്കിൽ. അതെങ്ങനെ എനിക്ക് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ പറ്റും, അതിൽ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത് നിങ്ങൾ നോട്ട് ചെയ്യണം. പിന്നീടുള്ള കാര്യമാണ്, ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ജോലിക്ക് കയറി കഴിഞ്ഞാൽ, അതൊരു MSW കഴിഞ്ഞ് എവിടെ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് പുറത്ത് പോയി ജോലിക്ക് കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, അത്
നമുക്കറിയാം നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോ വർക്കിലും എല്ലാം നമ്മൾ തിരച്ചിലൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. പക്ഷെ ആ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എപ്പോഴും പ്രാക്ടിക്കലി നമ്മൾ എപ്പോഴും മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു 4 കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എന്താണെന്നുള്ളത് ഞാൻ പഠിക്കുന്ന സമയത്ത് വാട്ട് ഈസ് പ്രൊഫഷണലിസം? സോഷ്യൽ വർക്ക് ഈസ് എ പ്രൊഫഷണൽ പ്രാക്ടീസ് ബേസ്ഡ് ഓൺ സയന്റിഫിക് നോളജ് ആൻഡ് സ്കിൽസ് എന്ന് പറയുന്ന ഒരു ഡെഫിനേഷൻ ബൈ ഹാർട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ പ്രൊഫഷണലിസം എങ്ങനെയാണ് ഒരു കരിയറിൽ കൊണ്ടുവരേണ്ടതെന്നും എന്തൊക്കെയാണ് പ്രൊഫഷണലിസത്തിന്റെ കാര്യങ്ങൾ എന്നുള്ളതും ഞാൻ പഠിച്ചിട്ടില്ല. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല. ഞാൻ പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നത്. എന്നെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പഠിച്ചിട്ടില്ല. പഠിക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ എത്തി ഒരു ജോലിക്ക് കയറുമ്പോഴാണ് ഓ മൈ ഗോഡ് ഇതാണല്ലേ പ്രൊഫഷണലിസം, ഇങ്ങനെയൊക്കെ ചെയ്യണല്ലേ, ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണല്ലേ എന്നുള്ള ഒരു ഉൾവിളി നമുക്ക് വരും. അപ്പോൾ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് ഓക്കെ നമുക്ക് ഫീൽഡ് വർക്ക് റിപ്പോർട്ടൊക്കെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ റീസെർച്ച് ഒക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് സാരിയൊക്കെ ചുറ്റി വരണം, അല്ലെങ്കിൽ നല്ല ഒഫീഷ്യൽ ഡ്രസ്സ് ഇട്ട് വരണം. സാരി ആയിരുന്നു മെയിനായിട്ട്, അതൊക്കെ ചുറ്റി വരണം. അപ്പോൾ ഓക്കെ സാരി എടുക്കുന്നതാണ് പ്രൊഫഷണലിസം, ഇതാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ വരുന്നത് വളരെ ഒരു റൂറൽ ഏരിയ എന്നാണ് കേട്ടോ. ചിലപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് ആയിരിക്കില്ല നിങ്ങളുടെ. നിങ്ങൾ പഠിച്ചു വരുന്ന ആ ഒരു മേഖല ചിലപ്പോൾ വേറെ ആയിരിക്കും. ഞാൻ പറയുന്നതായിട്ട് എൻ്റെ ഡിഫറെൻ്റ് ഉണ്ടായിരിക്കും കേട്ടോ. പക്ഷെ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമെങ്കിൽ നന്നായിട്ട് പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഓക്കെ സാരി ചുറ്റി വരുന്നു, സാരി ചുറ്റണം, ഇന്ന് പ്രസൻറ്റേഷൻ ഉണ്ട്, ഇതാണ് പ്രൊഫഷണലിസം. അങ്ങനെയല്ല പ്രൊഫഷണലിസം. നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് നിങ്ങൾ വായിക്കുക പ്രൊഫഷണലിസം എന്താണ്, പ്രൊഫഷണലിസം ഓഫ് സോഷ്യൽ വർക്കേഴ്സ്, എങ്ങനെയൊക്കെ നമ്മൾ ഒരു വർക്കിൽ കയറുമ്പോൾ എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം കേസസ്, എങ്ങനെയൊക്കെയാണ് നമ്മളെ ലൈൻ മാനേജേഴ്സിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ഒരു ഫയൽസ് ഡീൽ ചെയ്യേണ്ടത്, ഇതൊക്കെ ഈ കാര്യത്തിലൊക്കെ പ്രൊഫഷണലിസം നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പോകണം. പിന്നെ റിപ്പോർട്ടിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. റിപ്പോർട്ടിംഗ് എന്ന് വെച്ചാൽ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക. നമ്മൾ ഡീൽ ചെയ്യുന്ന കേസസിൻ്റെ റെക്കോർഡ്സ് എങ്ങനെയൊക്കെ ഡീൽ ചെയ്യണം, എങ്ങനെയൊക്കെയാണ് അത് കോൺഫിഡൻഷ്യലായിട്ട് എടുത്ത് വെക്കേണ്ടത്. കോൺഫിഡൻഷ്യലിൻ്റെ പോയിന്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അത് ഡീൽ ചെയ്യേണ്ടത്. നമ്മളൊരു മെയിൽ അയക്കുമ്പോൾ എപ്പോഴും കമ്മ്യൂണിക്കേഷൻസ് നമ്മൾ മെയിലിലൂടെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വെർബൽ കമ്മ്യൂണിക്കേഷൻസിനെക്കാട്ടും പവർഫുൾ ആണ് അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ റിപ്പോർട്ട് എപ്പോഴും മെയിൽ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക. എപ്പോഴും എവിഡൻസ് ഉണ്ടാക്കിയെടുക്കുക. നാളെ നമ്മുടെ മുന്നിൽ ഒരാൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരുമ്പോൾ നമ്മളെ അടുത്ത് കാണിക്കാൻ എവിഡൻസ് വേണം. എവിഡൻസ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പ്രൊഫഷണൽ കോമ്പറ്റൻസി എന്ന് വെച്ചാൽ എപ്പോഴും ഓരോരോ ടോപ്പിക്സിനെ പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക, വായിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. നെക്സ്റ്റ് കോൺഫിഡൻഷ്യാലിറ്റി. അത് റിപ്പോർട്ടിങ്ങിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, വർക്കിങ്ങിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മളടുത്ത് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ അറിഞ്ഞ ഒരു കേസ് വേറൊരാളുടെ അടുത്ത് ഷെയർ ചെയ്യരുത്. നമ്മുടെ ലൈൻ മാനേജറുടെ അടുത്ത് ഷെയർ ചെയ്യാം, അതായത് നമ്മുടെ HODസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം, അവർ ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യാം. അല്ലാതെ ഒരു കൂടിയിരിക്കുന്ന ഒരു കൂട്ടത്തിലിരുന്ന് പറയുക ഓ ഇന്ന കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ആ കുട്ടിക്ക് ഇന്ന പ്രശ്നമുണ്ട് പറയാണ്ടിരിക്കുക. അതൊരിക്കലും നമ്മുടെ പ്രൊഫഷണൽ വേ ഓഫ് വർക്ക് അല്ല. അങ്ങനെ ചെയ്യരുത്. കോൺഫിഡൻഷ്യാലിറ്റി എപ്പോഴും ഡീൽ ചെയ്യുക. അത് കുട്ടികളുടെ അടുത്ത് മാത്രമല്ല, മറ്റുള്ളവർ. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ കൂടിയിരുന്ന് സംസാരിക്കും. ഒരാൾ നമ്മുടെ അടുത്തൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക, നമുക്ക് കേട്ടിട്ട് അത് മനസ്സിലാക്കുക. അത് ഒരു കോൺഫിഡൻഷ്യലായ കാര്യമാണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കുക. മൂളി കേൾക്കാൻ നിങ്ങൾക്ക് തലയാട്ടാം, അല്ലാതെ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ഒപ്പീനിയൻ അതിൽ പോകരുത്. പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് അവിടെ വരും. അപ്പോൾ കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന കേസസ് ആയിക്കോട്ടെ എപ്പോഴും കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കുക. പബ്ലിഷ് ചെയ്യരുത് നിങ്ങളുടെ അടുത്ത് വരുന്ന കോൺഫിഡൻഷ്യലായ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ഒരു ജോലിക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കണം. ഇതെല്ലാം നമ്മൾ MSW പഠിക്കുന്നതാണ്. പഠിച്ചു പോകുന്നു, എക്സാം എഴുതുന്നു, വരുന്നു. അല്ലാതെ പഠിക്കുന്ന സമയത്ത് തന്നെ ഇതെല്ലാം നമ്മൾ അപ്ലൈ ചെയ്യാൻ നോക്കുക. പഠിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, ഇതെല്ലാം നിങ്ങൾ നിങ്ങൾ എന്ത് MSW പഠിക്കുന്നുണ്ടോ അത് ഓരോ സിംഗിൾ കാര്യം അത്രയും ഇമ്പോർട്ടൻസ് ആയിട്ട് എടുത്ത് അത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. 2 വർഷം അത്രയും വാല്യൂ ചെയ്ത് കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വന്നാൽ MSW കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം ജോലിക്ക് കയറുമ്പോൾ ഉണ്ടാവില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോലിയിൽ പെർഫോം ചെയ്യാൻ പറ്റും. അല്ല പഠിക്കുന്നു, എക്സാം എഴുതുന്നു, മാർക്ക് വാങ്ങുന്നു എന്നെ പോലെയൊക്കെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ജോലിക്ക് കയറുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് ആർക്കെങ്കിലുമൊക്കെ കണക്റ്റ് ആയി എന്ന് വിചാരിക്കുന്നു. എല്ലാം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഒരു തരത്തിലും കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പഠിച്ചു വന്ന സിറ്റുവേഷൻ, ഞാൻ വളർന്നു വന്ന സിറ്റുവേഷൻ ഒക്കെ കൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാവുക. എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.